പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 21 ചൊവ്വ. പ്രധാന വാർത്തകൾ. മസ്കത്ത് ഗവർണറേറ്റിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച സംഭവത്തിൽ ഒരാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊതുജനങ്ങൾക്ക് പ്രയാസകരമാകുന്ന രീതിയിൽ വാഹനവുമായി ഡ്രിഫ്റ്റിംഗ്, റേസിംഗ് എന്നിവ നടത്തുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയായി വരികയാണ്. ട്രാഫിക് നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു. സമാനമായ മറ്റൊരു സംഭവത്തിൽ മറ്റൊരു ഡ്രൈവറെയും കഴിഞ്ഞ ദിവസം മസ്കത്തിൽ പിടികൂടിയിരുന്നു. കോഴിക്കോട് ഓമശ്ശേരിയിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ് പ്രവാസി മലയാളിയായ കൊടുങ്ങല്ലൂർ സ്വദേശി മരിച്ചു. അഴീക്കോട് മേനോൻ ബസാറിന് പടിഞ്ഞാറ് വശം മദീന നഗറിൽ ഒറ്റത്തൈക്കൽ അബ്ദുൽ റഷീദിന്റെ മകൻ ഷംജീർ 36 വയസ്സാണ് ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. മസ്കത്ത് റൂവിയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഷംജീർ കഴിഞ്ഞ ദിവസമാണ് അവധിക്ക് നാട്ടിൽ എത്തിയത്. ഓമശ്ശേരിയിലുള്ള സുഹൃത്തിന്റെ കല്യാണത്തിന് പങ്കെടുക്കാനാണ് കോഴിക്കോട് എത്തിയത്. താമസ സ്ഥലത്തേക്ക് പോകാനായി കാർ എടുക്കാൻ എളുപ്പവഴിയിലൂടെ ഇറങ്ങിയപ്പോൾ കാൽവഴുതി കിണറ്റിൽ വീഴുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി ജംഷീറിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാര്യ നുസ്ര ഷംജീർ, മക്കൾ നാസർ അമൻ, ഷാസി അമൻ. രാജ്യത്തിന്റെ മിക്ക ഗവർണറേറ്റുകളിലും ഇന്നും വടക്കു പടിഞ്ഞാറൻ കാറ്റ് തുടരുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇതിന്റെ ഭാഗമായി പടിഞ്ഞാറൻ മുസന്തം ഗവർണറേറ്റിന്റെയും ഒമാൻ കടലിന്റെയും തീരങ്ങളിലും തിരമാലകൾ പരമാവധി 2.5 മീറ്റർ വരെ ഉയർന്നേക്കും. മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും പൊടി ഉയരുകയും ദൂരക്കാഴ്ചയെ ബാധിക്കുകയും ചെയ്തേക്കും. ഈ കാലയളവിൽ താപനിലയും മാറ്റം വരുമെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്ത് താപനില കുറഞ്ഞു വരുന്ന സ്ഥിതിയാണ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടി മസ്കത്തും. നംപിയോ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് വീണ്ടും സുൽത്താനേറ്റിന്റെ തലസ്ഥാന നഗരം ആദ്യ സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചത്. 382 നഗരങ്ങളുടെ പട്ടികയിൽ 7ാം സ്ഥാനം മസ്കത്ത് കൈവരിച്ചിരിക്കുന്നത്. അബുദാബി, ദുബൈ, ഷാർജ, മനാമ, ദോഹ, തായ്വാനിലെ തായ്പേയ് എന്നിവയാണ് മസ്കത്തിന് മുന്നിലുള്ള മറ്റ് നഗരങ്ങൾ. മസ്കത്തിൽ കാറുകൾ മോഷ്ടിക്കൽ, കവർച്ച, അപമാനിക്കൽ, ആക്രമണങ്ങൾ, ശാരീരിക ആക്രമണങ്ങൾ, വംശലിംഗഭേദം അല്ലെങ്കിൽ മതം, മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ, നശീകരണ പ്രവർത്തനങ്ങൾ, മോഷണം, സായുധ കവർച്ച തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കുള്ള സാധ്യത വളരെ കുറവാണെന്നതാണ് മസ്കത്തിന് ആദ്യ സ്ഥാനങ്ങളിൽ ഇടം നൽകിയതെന്ന് നംപിയോ റിപ്പോർട്ടിൽ പറയുന്നു. ഏറ്റവും കുറഞ്ഞ ക്രൈം സൂചികയുള്ള നഗരങ്ങളാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഒരു നിശ്ചിത നഗരത്തിലോ രാജ്യത്തിലോ ഉള്ള കുറ്റകൃത്യങ്ങളുടെ മൊത്തത്തിലുള്ള നിലവാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈം സൂചിക കണക്കാക്കുന്നത്. സൂചിക 20-ൽ താഴെയുള്ളതെങ്കിൽ കുറ്റകൃത്യങ്ങൾ വളരെ കുറവും 20-40 ഇടയിലാണെങ്കിൽ കുറ്റകൃത്യങ്ങൾ കുറവാണെന്നുമാണ് സൂചിപ്പിക്കുന്നത്. 40-60 ഇടയിലാണ് സൂചികയെങ്കിൽ കുറ്റകൃത്യങ്ങൾ മിതവും 60-80 ഇടയിലുള്ള സൂചിക കുറ്റകൃത്യങ്ങൾ കൂടുതലായും 80 മുകളിലുള്ളവ വളരെ കൂടുതൽ കുറ്റകൃത്യങ്ങളുള്ളവയായും പരിഗണിക്കുന്നു. സമഗ്രവും സുസ്ഥിരവുമായ വികസനം കൈവരിക്കുന്നതിനായി സാമ്പത്തിക ടൂറിസം മേഖലയെ ഉത്തേജിപ്പിക്കുന്ന നിരവധി വികസന പദ്ധതികൾ നിലവിൽ മസ്കത്ത് ഗവർണറേറ്റിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച ഒമാൻ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ ഒമാനും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നു. ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ ഫൈസൽ അബ്ദുള്ള അൽ റവാസ് കാർമ്മികത്വം വഹിച്ചു. ഇന്ത്യൻ അംബാസഡർ അമിത് നാരക് സന്നിഹിതനായിരുന്നു. സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര വികസനത്തിനും അവസരങ്ങൾ നിക്ഷേപിക്കുന്നതിനുമുള്ള കാര്യങ്ങളിലും ചർച്ച നടന്നു. പുനരുപയോഗ ഊർജം, ഹൈഡ്രജൻ, റിയൽ എസ്റ്റേറ്റ് വികസനം, ഭാവി നഗരങ്ങൾ, ഭക്ഷ്യസുരക്ഷ
ടൂറിസം എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിലാണ് ഫോറം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സംയുക്ത നിക്ഷേപ അവസരങ്ങൾ എടുത്തുകാണിക്കുന്ന ചർച്ചാ സെഷനുകളും വിജയകരമായ ഉഭയകക്ഷി നിക്ഷേപ മാതൃകകളും വിശകലനം ചെയ്തു. നിക്ഷേപകരും വ്യവസായികളും ഉൾപ്പെടെ പങ്കെടുത്തു. മസ്കത്ത് ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ തൊഴിലാളികളുടെ താമസസ്ഥലത്തു തീപിടുത്തം. സംഭവത്തിൽ 4 പ്രവാസികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. 4 പേരും ഏഷ്യൻ രാജ്യക്കാരാണ്. പരിക്കേറ്റവർക്ക് പ്രാഥമിക പരിചരണം നൽകി വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. മസ്കത്ത് ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയതും രക്ഷാപ്രവർത്തനം നടത്തിയതും. സിവിൽ ഡിഫൻസിന്റെ അതിവേഗ ഇടപെടൽ കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കി. അസ്ഥിര വസ്തുക്കളാലാണ് തൊഴിലാളികൾ താമസ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്നും CDAA വ്യക്തമാക്കി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. സീബ് വിലായത്തിലെ മഫേല സൗത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ നിർമ്മിച്ച അൽസലാം ഹെൽത്ത് കോംപ്ലക്സ് നാടിന് സമർപ്പിച്ചു. ടെൻഡർ ബോർഡ് സെക്രട്ടറി ജനറൽ എൻജിനീയർ ബദർ ബിൻ സലാം ബിൻ മഹർഹൂൻ അൽ മഅ്മരിയുടെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. സുൽത്താനേറ്റിന്റെ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ സമുച്ചയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 6,50,000 റിയാൽ ചിലവിൽ ആണ് പുതിയ ആരോഗ്യ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. 15,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 1,309 ചതുരശ്ര മീറ്റർ കെട്ടിട വിസ്തീർണമുള്ള കെട്ടിടം 4 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. മസ്കത്ത് നൈസ് ഫെസ്റ്റിവലിന്റെ പ്രധാന വേദികളിലൊന്നായ ആമിറാത്ത് പബ്ലിക് പാർക്കിലെത്തിയ സന്ദർശകരുടെ എണ്ണം 1,60,000 കവിഞ്ഞതായി മസ്കത്ത് നൈസ് ആമിറാത്ത് പാർക്ക് ആക്ടിവിറ്റീസ് കമ്മിറ്റി ചെയർമാൻ യാസർ ബിൻ സലീം അൽ അമീരി പറഞ്ഞു. വാരാന്ത്യങ്ങളിലും പൊതു അവധി ദിനങ്ങളിലും പതിനായിരങ്ങളാണ് വേദിയിൽ എത്തിയത്. ഒമാൻ പൈതൃക ഗ്രാമമാണ് പ്രധാന ആകർഷണമെന്നും അൽ അമീരി പറഞ്ഞു. ആമിറാത്ത് പാർക്കിൽ പ്രധാനമായും ഒമാനി പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രദർശനമാണ്. ഇവയിൽ പലതും മലയാളികൾക്ക് ഗൃഹാതുര ഓർമ്മകൾ സമ്മാനിക്കുന്നു. പല കാഴ്ചകളും നാടോർമ്മകളെ തട്ടിയുണർത്തുന്നു. കുട്ടിക്കാലത്ത് കണ്ടതും ഇപ്പോൾ കേരളത്തിലെ കാഴ്ചയിൽ ഇല്ലാത്തതുമായ പലതും മസ്കത്ത് ഫെസ്റ്റിവൽ നഗരിയിൽ കാണാനാകും. നാൽക്കാലികളെ ഉപയോഗിച്ച് കൃഷിയിടത്തിലേക്ക് വെള്ളം കോരൽ, കേരളത്തിലെ വാദ്യമേളങ്ങളോട് സാമ്യമായ ഒമാനി പരമ്പരാഗത സംഗീതം, ദഫ്മുട്ട്, നെയ്ത്ത്, വീടുകളിലെ മൗലിദ് സദസ്സുകൾ, മരപ്പണി, മൺപാത്ര നിർമ്മാണം തുടങ്ങിയ വിവിധങ്ങളായ കാഴ്ചകൾ മലയാളിയെ ഫെസ്റ്റിവൽ നഗരികളിലേക്ക് ആകർഷിച്ചു. ഇന്ത്യൻ സ്കൂൾ ബോർഡിന് കീഴിൽ മസ്കത്തിലും പരിസരങ്ങളിലുമുള്ള 7 ഇന്ത്യൻ സ്കൂളിലെ അടുത്ത അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചു. ഓൺലൈൻ രജിസ്ട്രേഷൻ വഴിയാണ് ഇക്കുറിയും വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്നത്. പ്രവേശനത്തിന് www.indianschoolsoman.com വെബ്സൈറ്റിൽ നൽകിയ പ്രത്യേക പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഫെബ്രുവരി 20 ആണ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. 2025 ഏപ്രിൽ 1 3 വയസ്സ് പൂർത്തിയായ കുട്ടികൾക്കായിരിക്കും ബാലവതിക പ്രവേശനത്തിന് അർഹതയുണ്ടാകുക. 9ാം ക്ലാസ് വരെയാണ് ഓൺലൈൻ വഴി പ്രവേശനം നേടാനാവുക. ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പ്രവേശനം നൽകുക എന്നതിനാൽ തന്നെ സ്കൂളുകളിലെ ആകെ സീറ്റ് നിലകളിലും മാറ്റമുണ്ട്. മസ്കത്ത്, ദാർസൈത്ത്, വാദി കബീർ, സീബ്, ഖുബ്ര, മഫേല, ബൗഷർ ഇന്ത്യൻ സ്കൂളുകളിലേക്കാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സൗകര്യമുള്ളത്. റെസിഡന്റ് വിസയുള്ള ഇന്ത്യക്കാരുടെ മക്കൾക്കാണ് പ്രവേശനം ലഭിക്കുക. രേഖകൾ സമർപ്പിക്കുന്നതിനോ ഫീസ് അടയ്ക്കുന്നതിനോ രക്ഷിതാക്കൾ സ്കൂൾ സന്ദർശിക്കേണ്ടതില്ല. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കുള്ള പ്രവേശനം ഇന്ത്യൻ സ്കൂൾ മസ്കത്ത് പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ
ലഭ്യമാണ്. പ്രവേശനത്തിനായി www.cscoman.com വഴി അപേക്ഷിക്കാം. 7 ഇന്ത്യൻ സ്കൂളുകളിലായി ആകെ 6504 സീറ്റുകളാണ് ഇത്തവണ ലഭ്യമായിട്ടുള്ളത്. ബാലവതിക KG ക്ലാസുകളിലാണ് കൂടുതൽ സീറ്റുകൾ. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ സീറ്റുകൾ കുറവാണ്. എന്നാൽ പുതിയ അപേക്ഷകളുടെ എണ്ണം ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ മസ്കത്ത് ഇന്ത്യൻ സ്കൂളിലാണ്. ഇവിടെ രാവിലത്തെ ഷിഫ്റ്റിൽ 1080 വിദ്യാർത്ഥികൾക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ 400 വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കും. ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ KG 2 മുതൽ 4ാം തരം വരെയുള്ള ക്ലാസുകളാണ് അവസരമുള്ളത്. ഓരോ ക്ലാസ്സിലും 80 വീതം വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാനാകും. ദാർസേത്ത് ഇന്ത്യൻ സ്കൂളിൽ രാവിലത്തെ ഷിഫ്റ്റിൽ 398 വിദ്യാർത്ഥികൾക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ 119 വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കും. ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിൽ 1ാം തരം മുതൽ 5ാം തരം വരെയുള്ള ക്ലാസുകളിലാണ് അവസരമുള്ളത്. ഓരോ ക്ലാസ്സിലെയും സീറ്റ് ലഭ്യത വ്യത്യസ്തമാണ്. വാദി കബീർ 1205, വാദി ഖബർ ഇന്റർനാഷണൽ 811, കുബ്ര 426, കുബ്ര ഇന്റർനാഷണൽ 173, ബൗഷർ 815, മഫേല 580, സീബ് 497 എന്നിങ്ങനെയാണ് തലസ്ഥാനത്തെ മറ്റ് ഇന്ത്യൻ സ്കൂളുകളിലെ സീറ്റുകളുടെ എണ്ണം. കഴിഞ്ഞ വർഷം 5500-ൽ താഴെ സീറ്റുകളാണ് ലഭ്യമായിരുന്നതെങ്കിൽ ഇത്തവണ 1000-ൽ പരം സീറ്റുകളുടെ വർധനവ് ഉണ്ടായി. ബാലവതിക ക്ലാസുകൾ കൂടി ആരംഭിക്കുന്നതിനാണ് ഇത്. KG ക്ലാസുകളിലെ സീറ്റുകൾ മുൻവർഷത്തേതിന് സമാനമാണെങ്കിലും മുതിർന്ന ക്ലാസുകളിൽ നിന്ന് വലിയ തോതിൽ കുട്ടികൾ കഴിഞ്ഞ അധ്യയന വർഷം കൊഴിഞ്ഞു പോയിട്ടില്ല. എന്നാൽ താരതമ്യേന മസ്കത്ത്, വാദി കബീർ ഇന്ത്യൻ സ്കൂളുകളിലാണ് കുട്ടികളിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയത്. അതേസമയം ഈ വർഷം ഇന്ത്യൻ സ്കൂളിലെ അഡ്മിഷൻ അപേക്ഷകൾ വർദ്ധിക്കാൻ സാധ്യത ഏറെയാണ്. നിരവധി പ്രവാസികളാണ് കുടുംബത്തെയും കൂടെ കൊണ്ടുവരുന്നത്. എന്നാൽ ചില വിദ്യാർത്ഥികൾ സ്വകാര്യ സ്കൂളുകളെയും ഓൺലൈൻ ക്ലാസുകളെയും ആശ്രയിക്കുകയും ചെയ്യും. ഇന്ത്യൻ സ്കൂളുകളിലെ അമിത ഫീസ് നിരക്കെല്ലാം ഇതിന് കാരണമാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.